ഹായ് നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ലോക എന്ന ചിത്രം ചാപ്റ്റർ 1 ചന്ദ്രയുടെ കഥ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ റെക്കോർഡ് ഇന്ന് ജനിച്ചു വീഴുന്നിരിക്കുകയാണ്. 7 ദിവസങ്ങൾ കൊണ്ട് 100 കോടി ക്ലബിലെത്തുന്ന യഥാർത്ഥ 100 കോടി ക്ലബിൻ്റെ അവകാശിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രയും കൂട്ടരും. അങ്ങനെ ദുൽഖർ സൽമാൻ നിർമ്മിച്ച് വേഫർ ഫിലിംസിൻ്റെ ബാനറിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രം ഗംഭീരമായിട്ടുള്ള വിജയം, മലയാളത്തിൻ്റെ യഥാർത്ഥ പാനിധ്യം പവർ എന്താണെന്ന് കാട്ടിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലയാള സിനിമയിൽ ഇതുവരെ പറയാത്ത വ്യത്യസ്തമായ ഒരു രീതിയിലുള്ളൊരു കഥ, ഇതുവരെ പറയാത്ത കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ മുന്നും സിനിമകളിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ് ഇവിടെ നമുക്ക് കയ്യടി അറിയിക്കുന്നത്. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ മിത്തുകളും ഐതിഹ്യങ്ങളും അതുപോലെ പുരാണങ്ങളും നാടോടി കഥകളും ഈ പറഞ്ഞ ഫോക്ലോറിസിൻ്റെ ഒക്കെ സ്വാധീനം ഈ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ഉണ്ടാകും, അവരൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എപ്രകാരമായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഒരു ചെറിയൊരു സയൻസും അതുപോലെ തന്നെ ഫാൻറ്റസിയും റിയലിസം കൂടി ചേർന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ അനുഭവം നൽകാൻ തിയേറ്ററിൽ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ കണ്ണെടുക്കാതെ നമ്മൾ തിയേറ്ററിൽ തന്നെ നോക്കിയിരിക്കുന്ന ഒരു വിസ്മയ ചിത്രമായി സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മുൻപ് ബാഹുബലിയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായത്. കാരണം നമ്മൾ കണ്ണ് തുറന്ന് തന്നെ എപ്പോഴും ഇരിക്കുക, സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നൊരവസ്ഥ. ചിലപ്പോഴൊക്കെ നമ്മൾ മൊബൈലിലേക്ക് നോക്കുന്ന അവസ്ഥയൊക്കെ മിക്ക സിനിമകൾക്ക് ഉണ്ടാവാറുണ്ട്. എത്ര നല്ല പടങ്ങളാണെന്ന് പറയുന്ന സിനിമകൾക്ക് അവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഈ സിനിമ അതിനെല്ലാം കവച്ച് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ മലയാള സിനിമയുടെ പവർ അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ വിജയം നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് ഈ സിനിമ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒരു ചെറിയൊരു സിനിമയായിരിക്കും, ചെറിയ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലാതെ ഇതൊരു വലിയൊരു സിനിമയാവില്ല എന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സിനിമയുടെ നിർമ്മാതാക്കൾ പോലും പറയുന്നത് ഞങ്ങൾ പോലും ഇത്ര വലിയ വിജയം പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ്. കാരണം ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ദുൽഖർ സൽമാൻ ഭാഗ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ ആ കഠിനാധ്വാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ പാൻ ഇന്ത്യൻ റിലീസ് ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് എന്തൊക്കെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ചുള്ള താൻ ഉണ്ടാക്കിയെടുത്ത ഒരു പാൻ ഇന്ത്യൻ സാമ്രാജ്യത്തിൽ ഈ സിനിമ വന്നെത്തുമ്പോൾ എത്തരത്തിലത് വിജയമാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ക്യാമിയോ അപ്പിയറൻസ് കൊണ്ട് മാത്രം തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം എന്താണെന്നൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. പലരും പറഞ്ഞു കേട്ടു ഇദ്ദേഹം ഒരു നിർമ്മാതാവാണ്, ശരി തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിന് പവർ പോരാ, ഫാൻസ് പവർ പോരാ എന്നൊക്കെ. അത് വെറും അസൂയയുടെ പുറത്ത് പറയണമെന്നാണ് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു പാൻ ഇന്ത്യൻ ആക്ടർ ഇപ്പോൾ മലയാളത്തിലുണ്ടെങ്കിൽ അത് യങ്സ്റ്റേഴ്സിലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും, യങ്സ്റ്റേഴ്സ് മാത്രമല്ല സീനിയർ താരങ്ങൾക്കിടയിൽ പോലും ഒരേ ഒരു താരം ഇപ്പോൾ ഉള്ളൂ, അത് ദുൽഖർ തന്നെയാണ്. ആ ചിത്രം അതിനുള്ള അടിവരയിടുകയാണ് ചെയ്തത്. അങ്ങനെ അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള വലിയൊരു ആവേശമാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്. കാത്തിരുന്ന് കാണാം ഈ സിനിമയുടെ പുതിയ